ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് നാളെ പതാക ഉയരും. സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ 19 മുതൽ 22 വരെ 4 ദിവസങ്ങളിലായാണ് 16ാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സമ്മേളന നടത്തിപ്പും മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ ജില്ലാ ഭാരവാഹികളായ റോസൽ രാജും നിയാസും സംസാരിക്കുകയാണ്. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐയുടെ 16ാം സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടക്കുകയാണ്. ഓഗസ്റ്റ് 19 മുതൽ 4 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. കഴിഞ്ഞ സമ്മേളനം പത്തനംതിട്ടയിലായിരുന്നു. പത്തനംതിട്ടയിൽ നടന്ന സമ്മേളനത്തിന് ശേഷം 4 വർഷങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂരിൽ സമ്മേളനം നടക്കുന്നത്. ഇതിനിടയിൽ അറിയാം ഡിവൈഎഫ്ഐ നേതൃത്വത്തിലടക്കം മാറ്റം വരുമെന്നുള്ള വാർത്തകളുണ്ട്. ഏതായാലും സമ്മേളനത്തിനായിട്ടുള്ള വിപുലമായ തയ്യാറെടുപ്പുകൾ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. നമ്മളോടൊപ്പം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഉണ്ട്. റോസൽ രാജ് ജില്ലാ സെക്രട്ടറി, നിയാസ് ജില്ലാ പ്രസിഡന്റ്, ജിഷ്ണു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, എല്ലാവരും നമ്മളോടൊപ്പം ചേരുകയാണ്. സമ്മേളനത്തിനായി തൃശ്ശൂർ തയ്യാറെടുത്ത് കഴിഞ്ഞു അല്ലേ? തൃശ്ശൂർ നമ്മുടെ ആദ്യമായിട്ടാണ് സംസ്ഥാന സമ്മേളനം ചേരുന്നത്. ആ ഒരു ആവേശത്തിൽ തന്നെയാണ് ജില്ലയിലെ യുവജന സംഘടന. കഴിഞ്ഞ 2 മാസമായി ഈ സമ്മേളനം വിജയകരമായി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ്. ഏതാണ്ട് 1.5 മാസത്തോളമായി ഇതിൻ്റെ വിവിധ പരിപാടികൾ ആരംഭിച്ചു. നമ്മൾ ഏതാണ്ട് 35 വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റി. വലിയൊരു പുസ്തക യാത്ര, 150ഓളം വരുന്ന കായിക മത്സരങ്ങൾ നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചു. കലാമത്സരങ്ങൾ, അപ്പുറത്ത് വേറെ പരിപാടികൾ, സാംസ്കാരിക മത്സരങ്ങൾ, സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിൽ നാടൻപാട്ട് മത്സരം, കബഡി മത്സരം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലുള്ള മത്സരങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. 19-ാം തീയതിയാണ് നമ്മുടെ സമ്മേളനത്തിൻ്റെ പതാക ഉയരുക. കൂത്തുപറമ്പിൽ നിന്ന് വരുന്ന പതാക ജാഥയും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഹക്കുമിദിലാജ് രക്തസാക്ഷി കൂട്ടത്തിൽ നിന്ന് വരുന്ന കൊടിമര ജാതിയും ഉൾപ്പെടെ തൃശ്ശൂർ ജില്ലയിൽ എത്തിച്ചേരും. നമ്മുടെ ജില്ലയിലെ 26 രക്തസാക്ഷി കുടീരങ്ങളിൽ നിന്നുള്ള ദീപശിഖ ജാഥകൾ അത്ലറ്റുകൾ സഞ്ചരിച്ച് പ്രയാണം നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആവേശകരമായ അനുഭവമായി ഈ സമ്മേളനത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ജില്ലയിലെ യുവജന പ്രസ്ഥാനം ശ്രമിക്കുന്നത്. എത്രമാത്രം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്? എത്ര പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും? ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ലക്ഷദ്വീപിൽ നിന്നുള്ള സൗഹാർദ്ദ പ്രതിനിധികളും അടക്കം ഏകദേശം 615 പ്രതിനിധികൾ മുഴുവൻ ദിവസവും സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തെന്നിന്ത്യയിലെ പ്രധാനപ്പെട്ട നടനും ആക്ടിവിസ്റ്റുമായിട്ടുള്ള പ്രകാശ് രാജാണ്. സമ്മേളനത്തിലുടനീളം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ഹിമാഗ്ന രാജ് ഭട്ടാചാര്യ, എ റഹീം MP, ജെയ്ക് സി തോമസ്, അഖിലേന്ത്യാ സെൻട്രൽ പ്രവർത്തിക്കുന്ന സഖാക്കൾ ഉൾപ്പെടെയുള്ള സഖാക്കൾ മുഴുവൻ ദിവസവും സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ ഇവിടെ ചരിത്ര പ്രദർശനം തൃശ്ശൂർ EMS സ്ക്വയറിൽ ചരിത്ര പ്രദർശനം 15-ാം തീയതി മുതൽ ആരംഭിച്ചതാണ്. 15-ാം തീയതി മുതൽ ഈ ലോക യുവജന ചരിത്രം നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലേക്ക് ഒരു ചരിത്ര പ്രദർശനം നമ്മളിവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. പുസ്തകോത്സവം ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ വിവിധ പരിപാടികൾ ഈ EMS സ്ക്വയറിലെ വേദിയിൽ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ സുനിൽ മാഷിൻ്റെ ഒരു പ്രഭാഷണം കേരളവും ഇടതുപക്ഷ ജീവിതവും സംബന്ധിച്ചിട്ടുണ്ട്. നാടകങ്ങൾ, മറ്റു സാംസ്കാരിക പരിപാടികൾ, ചർച്ചകൾ ഉൾപ്പെടെ അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളൂ. 2 ദിവസത്തിനുള്ളിൽ സമ്മേളനം ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ജില്ലാ കമ്മിറ്റിയുടെയും CPM-ൻ്റെയും നേതൃത്വത്തിൽ നടത്തി കഴിഞ്ഞു. കേരളത്തിന് പുറമെ ലക്ഷദ്വീപിൽ നിന്നടക്കമുള്ള പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. ഡിവൈഎഫ്ഐക്ക് ഒരു തലമുറ മാറ്റവും പുതിയ നേതൃത്വവും ഈ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.